ഹായ്, ഇന്നൊരു ക്യാബേജ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ ഇത് എൻ്റെ സ്വന്തം റെസിപ്പി ഒന്നും അല്ല കേട്ടോ, ഞാൻ യൂട്യൂബിൽ തന്നെ തപ്പി കണ്ടുപിടിച്ച ഒരു റെസിപ്പിയാണ്. ഒരു പ്രാവശ്യം ഇവിടെ ഉണ്ടാക്കി നോക്കിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അത് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ് കേട്ടോ, അത്ര വലിയ പണിയൊന്നുമില്ല. സംഭവം കുറച്ചൊരു 2 ടീസ്പൂണും വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുകും പിന്നെ ജീരകവും പിന്നെ വെളുത്തുള്ളി ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് അതങ്ങ് വഴറ്റി കൊടുക്കാം കേട്ടോ. അങ്ങനെ അത് നല്ലൊരു മണം വരുന്ന സമയത്തേക്ക് ഒരു മീഡിയം സൈസ് സവോളയും പിന്നെ 2-3 പച്ചമുളകും പിന്നെന്താ ടൊമാറ്റോ, ഒരു മീഡിയം സൈസ് ടൊമാറ്റോയും കൂടി ഇട്ടാ ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. അങ്ങനെ സംഭവം ഞാനാണെങ്കിൽ ഇടയ്ക്ക് ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോഴത്തേക്ക് ഓരോ പരീക്ഷണങ്ങളായിട്ട് ഓരോന്നും ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അങ്ങനെ അത് ടേസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ അത് വീഡിയോയിൽ ഇടും കേട്ടോ, അങ്ങനെയാണ് ചെയ്യാറ്. അങ്ങനെ ഇത് ഉണ്ടാക്കുമ്പോൾ എനിക്കും ഇഷ്ടപ്പെട്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇത് വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇവിടെ ആണെങ്കിൽ ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഞാനാണെങ്കിൽ 3 പച്ചമുളകായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് നിങ്ങൾക്ക് കൂട്ടാം അല്ലെങ്കിൽ കുറക്കാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അങ്ങനെ ഇവിടെ ഉള്ളിയൊക്കെ ഒരു ബ്രൗൺ കളറിലേക്ക് ടേൺ ആവുന്ന സമയത്തേക്ക് ഞാനാണെങ്കിൽ ഒരു മീഡിയം സൈസായിട്ടുള്ള ടൊമാറ്റോയും കൂടി ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് അതിലേക്ക് വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നന്നായിട്ട് ഇത് വഴറ്റിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ സമയത്തേക്ക് നമ്മൾ പൊടികളൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെ ഞാൻ മെയിനായിട്ട് ഇട്ട പൊടികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, പിന്നെ ഇച്ചിരി കുരുമുളക് പൊടി, ഇത്രയൊക്കെ ആയിരുന്നു കേട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇവിടെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ആ ഒരു സമയമാകുമ്പോൾ ഒരു 2 ടീസ്പൂണ് മുളക് പൊടി, പിന്നെ 1 ടീസ്പൂണ് കുരുമുളക് പൊടി, പിന്നെ നമ്മളെ ആവശ്യത്തിന് നമ്മളെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ഉപ്പ്, പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഇത്രയൊക്കെയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇത് നല്ല രീതിയിൽ അതങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ. മസാലാസൊക്കെ നല്ല രീതിയിൽ അതങ്ങ് പരത്തി വരുന്നവരെ നന്നായിട്ട് അതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇത്രയൊക്കെ ഞാനിവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നന്നായിട്ട് മസാലാസൊക്കെ മിക്സ് വന്നിട്ടുണ്ട്. ഓൾറെഡി ഞാൻ ക്യാബേജൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇത് മസാലാസൊക്കെ നല്ല രീതിയിൽ അതങ്ങ് പച്ചമണം മാറുന്ന സമയത്ത് നമ്മൾ ഈ മുറിച്ച് വെച്ചേക്കുന്ന ക്യാബേജ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ചെറിയൊരു മീഡിയം സൈസായിട്ടുള്ള ക്യാബേജാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ പാചകമൊക്കെ ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ, പക്ഷേ സമയം വേണമെന്നേ ഉള്ളൂ. അപ്പോൾ നല്ല ഫ്രീ ടൈമൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഇങ്ങനെ ഇടയ്ക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ക്യാബേജൊക്കെ മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം. സംഭവം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ അതങ്ങ് നല്ല രീതിയിൽ ആ മസാലയൊക്കെ ആ ക്യാബേജിലോട്ട് അങ്ങ് പരത്തി വരുന്നുണ്ടാവും കേട്ടോ. അങ്ങനെ ഞാനിത് എല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു സമയത്താണ് ഞങ്ങളൊരു സാധനം ഇതിലേക്ക് ഇടുന്നത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ തേങ്ങാപ്പാൽ, ഒരു ചെറിയൊരു കഷ്ണം, പകുതിയും വേണ്ട കേട്ടോ. ഇതിൽ ഞാനിവിടെ പകുതി പോലും എടുത്തിട്ടില്ല, പകുതിൻ്റെ പകുതി തേങ്ങ ചിരവിയിട്ട് അതിൻ്റെ പാലെടുത്തിട്ടുണ്ടായിരുന്നേ, അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പ്രത്യേകിച്ചിട്ട് 1-ാം പാല് 2-ാം പാലെന്നൊന്നും ഇല്ല കേട്ടോ. ഒരു 2-3 പ്രാവശ്യം അരച്ചിട്ട് അതിൻ്റെ പാലങ്ങ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതങ്ങ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിക്കണം. പ്രത്യേകിച്ച് നമ്മൾ അതിലേക്ക് വേറെ വെള്ളമോ ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഈ തേങ്ങാപ്പാലിൽ തന്നെ ഈ ക്യാബേജ് അങ്ങ് വെന്ത് വന്നാൽ മതി. അപ്പോൾ ഇവിടെ ഞാനാണെങ്കിൽ നല്ല രീതിയിൽ അതങ്ങ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ദാഹിച്ച് തുടങ്ങി. അപ്പോൾ ഇവിടെ ഒരു കരിക്ക ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതും മുറിച്ച് കുടിച്ച്, നല്ല മധുരമുള്ള കരിക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഇടയ്ക്ക് നമ്മൾ കരിക്കൊക്കെ കുടിക്കുമ്പോൾ നമ്മുടെ ബോഡി ഭയങ്കരമായിട്ട് ഹൈഡ്രേഷൻ ആവും കേട്ടോ. അപ്പോൾ നല്ലതാണ്, ഒരാഴ്ചയിലോ 1-2 പ്രാവശ്യം എല്ലാവരും കുടിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അങ്ങനെ ഞാനിതിലുള്ള വെള്ളമൊക്കെ കുടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഇതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി സ്പൂൺ വെച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് നമ്മളുടെ കറി എന്തായെന്ന് നോക്കാൻ വേണ്ടി ഞാൻ ഓടി വന്നിട്ടുണ്ടായിരുന്നേ. സംഭവം ഇവിടെ കറിയൊക്കെ കുറുകെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഉണ്ടാക്കാൻ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ചപ്പാത്തിൻ്റെ കൂടെയോ പിന്നെ ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെയോ വേണമെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്.
അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് കമൻറ്റിലിടണം കേട്ടോ. അങ്ങനെ ഞാൻ കുളിച്ച് വന്നതിന് ശേഷം ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. സംഭവം ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അങ്ങനെ സൈഡിൽ ഞാൻ ബോട്ടിയും പിന്നെ അച്ചാറും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്രയേ ഉള്ളൂ ഗായ്സ്, ബൈ ബൈ.